ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. ഈ നിമിഷം പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് മാറ്റമില്ലാത്ത ആ വചനങ്ങൾ വായിപ്പാനും ഒക്കെ തന്ന വലിയ കൃപകളെ ഓർത്തുകൊണ്ട്, വ്യാപരിച്ച ദൈവകൃപയെ ഓർത്തുകൊണ്ട്, നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അല്പസമയ നമ്മുടെ തിരുവചന ധ്യാനത്തിനു വേണ്ടി യെശയ്യാ പ്രവചനം 38 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല എന്ന് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഹിസ്കിയാവ് ഹല്ലേലൂയ തൻ്റെ മുഖം ചുവരിൻ്റെ മേൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. നമുക്ക് ഹല്ലേലൂയ വായിച്ച വചനത്തിന് മുന്നിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഹിമാം ദേവദേവാ പാവന രൂപാ, പഹിമാം ദേവദേവാ മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന, മുഖവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷ നൗകയാം പരമേശ, പഹിമാം ദേവദേവാ പാവന രൂപാ, പഹിമാം ദേവദേവാ ക്ഷമ സങ്കടം നീക്കി പ്രാണികൾക്കനുവേലം, ക്ഷമ സങ്കടം നീക്കി പ്രാണികൾക്കനുവേലം, ക്ഷമജീവിതം നൽകും പ്രേമഹർമ്യമേ ദേവാ, പാഹിമാം ദേവദേവാ പാവന രൂപാ, പാഹിമാം ദേവദേവാ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനു വേണ്ടി സ്തോത്രം. ഞങ്ങൾ വായിച്ച വചനത്തിനു വേണ്ടി സ്തോത്രം. അത് കേട്ട് കർത്താവേ, അതിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും സമാധാനവും പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സംസാരിക്കുന്ന അടിയനും കേൾക്കുന്നതിൻ്റെ മക്കളും അവിടുത്തെ വക. അവിടുന്ന് കർത്താവ് ഞങ്ങൾ ഇടപെട്ടാട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഗ്രഹിപ്പാൻ അവിടുന്ന് ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം കർത്താവേ. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമീൻ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ ഇന്നിവിടെ വായിച്ച് കേട്ടത്. ഹല്ലേലൂയ. ഹിസ്കിയാവ് എന്ന് പറഞ്ഞ യഹൂദ രാജാവിൻ്റെ ജീവിതത്തിൽ മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടപ്പോൾ യെശയ്യാ പ്രവാചകൻ അവൻ്റെ വീട്ടിൽ ചെന്ന് പറയുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ വായിച്ച് കേട്ടത്. എന്തുവാണ് ഹല്ലേലൂയ? ആരാണ് ഹിസ്കിയാവ്? 2 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവൻ ആഹാസിൻ്റെ മകൻ, അബി എന്നാണ് അവൻ്റെ അമ്മയുടെ പേര്. സെക്കരിയാവിൻ്റെ മകളാണ് അവൻ്റെ അമ്മ. അതൊക്കെ പറഞ്ഞ് 25-ാമത്തെ വയസ്സിൽ അവൻ രാജഭരണം ഏറ്റെടുത്തു. നീണ്ട 29 വർഷക്കാലം അവിടെ ഭരിച്ചു. അങ്ങനെ ഭരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ അവൻ്റെ വീട്ടിൽ ചെന്ന് പറയുകയാണ്, നീ ഇന്ന് മരിച്ചു പോകും, നിന്റെ കാര്യം ക്രമപ്പെടുത്തുക. അപ്പോൾ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായി ആകാശത്തിൻ്റെ ഘടികാരം 10 പടി പിന്നോട്ട് മാറി നിന്നതായുള്ള സംഭവ ചരിത്രം നമുക്ക് ഹല്ലേലൂയ ആ വേദഭാഗങ്ങളിൽ കാണാം. യെശയ്യാ പ്രവചനം 38 അധ്യായത്തിലും 1-2 രാജാക്കന്മാർ 18 അധ്യായങ്ങളിലും ഈ സെയിം സംഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഹല്ലേലൂയ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല പ്രയാസങ്ങൾ, പല പ്രശ്നങ്ങൾ, പല രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഹല്ലേലൂയ മരണപാശങ്ങൾ ചുറ്റും
പാതാള വേദനകൾ പിടിക്കും, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ഹിസ്കിയാവ് കാണിച്ച മാതൃക നമ്മുടെ ജീവിതത്തിൽ കാണിച്ചാൽ ദൈവം നമ്മെ പൂർണ്ണമായി സൗഖ്യമാക്കും. എന്തുവാണ് ഹിസ്കിയാവ് കാണിച്ച ഒന്നാമത്? ഹല്ലേലൂയ 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ മുഖം തിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ നാളുകളിൽ യഹോവയ്ക്ക് പ്രസാദകരമായി ചെയ്ത കാര്യം ഹല്ലേലൂയ അങ്ങ് ഓർക്കുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദകരമായി എന്തുവാണ് അവൻ ചെയ്തത്? അവിടെ വായിക്കുകയാണ്, അവൻ പൂജാഗിരികളെ എല്ലാം ഇടിച്ചു കളഞ്ഞു, അശേര പ്രതിഷ്ഠകളെയെല്ലാം അവിടുന്ന് നീക്കി. ഹല്ലേലൂയ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ ആരാധിച്ച നെഗുഷ്ടാൻ എന്ന് പറഞ്ഞ് അതിനെല്ലാം അവിടെ നിന്ന് മാറ്റിയുണ്ടായി. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായി ഹല്ലേലൂയ അവിടെ അവൻ ചെയ്തതുകൊണ്ട് അവന് സൗഖ്യം വന്നതായിട്ട് തുടർഭാഗം നമുക്ക് അയക്കുന്നു. പുതിയ നിയമത്തിലോട്ട് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുവാണ് നാം പ്രസാദകരമായി ചെയ്യേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു, അയ്യോ യേശുവേ, യഹോവയ്ക്ക് പ്രസാദകരമായ പ്രവൃത്തി ഞാൻ എന്ത് ചെയ്യണം? അവനിൽ നാം വിശ്വസിക്കുക. നാം വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അറിയാവുന്നൊരു കഥയുണ്ടല്ലോ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാവരും മലയുടെ മുകളിൽ വരാൻ പറഞ്ഞു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 3-ാം ദിവസം മഴ പെയ്യുമെന്ന് ഹല്ലേലൂയ ആ പ്രവാചകൻ പ്രവചിച്ചു. എല്ലാവരും അവിടെ ചെന്നു. എന്നാൽ ഒരു കൊച്ചു മാത്രം ഒരു കുടയുമായിട്ട് വന്നു. അവനോട് ചോദിച്ചു, മറ്റുള്ളവരാരും കുട കൊണ്ട് വന്നില്ലല്ലോ, നീ എന്തിനു വന്നു? പറഞ്ഞു, ഹല്ലോ, എനിക്കൊരു വിശ്വാസമുണ്ട്, ഇന്നും മഴ പെയ്യും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയും പ്രാർത്ഥിക്കാമെന്ന് പറയും. എനിക്കൊരാളിനെ അറിയാം, നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും, എന്താ ഉണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യും. അടുത്ത ആഴ്ച ഇത് ചോദിക്കും, ചുമ്മാതെ പ്രാർത്ഥിച്ചോളാമെന്ന് പറയും. നമുക്ക് ഏറ്റവും ചെലവില്ലാത്തൊരു കാര്യമാണ് പ്രാർത്ഥിച്ചോളാമെന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടെ ആയിരിക്കണമെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി എന്ത്? റോമാലേഖനം 12:1 പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനക്കാരായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ 69-ാം സങ്കീർത്തനം 30-31 വാക്യങ്ങൾ പറയുന്നു, ഞാൻ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചെന്നും അത് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ യഹോവയ്ക്ക് പ്രസാദകരമായ യാഗം. നമ്മൾ പാട്ടോട് സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചെന്നാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് അവൻ നമുക്ക് മറുപടി തരും. എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ടല്ലോ, 13:16 പറയുന്നു, ഹാലെ നന്മയുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്, ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹിസ്കിയാവ് ദൈവത്തിന് പ്രസാദകരമായി അവൻ ചെയ്തുവെങ്കിൽ, അവന് സൗഖ്യം വന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ഇപ്രകാരം പ്രസാദകരമായി ചെയ്തുകൊണ്ട് അവൻ്റെ നന്മ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഹല്ലേലൂയ 2 രാജാക്കന്മാർ 18-5 വാക്യത്തിൽ രണ്ടാമത് പറയുന്നു, അവൻ ഇസ്രായേലിലെ ദൈവത്തിൽ ആശ്രയിച്ചു. അവനറിയാം ഇസ്രായേലിലെ ദൈവം ആരാണ്. 121 സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല, അവൻ്റെ ഉള്ളങ്കരങ്ങളിൽ. 91 സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ അത്യുന്നതൻ്റെ മറവിൽ വസിച്ചാൽ ഹല്ലേലൂയ അവന് ഏറ്റവും നല്ലതാണ്. ഇസ്രായേലിൻ്റെ ദൈവം ആരാണ്? എബ്ബേസിനോടൊന്ന് നമുക്ക് ചോദിക്കാം. 1 വൃത്താന്തം 4:7 വാക്യങ്ങളിൽ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നു, എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യഹോവേ, നീ എന്നെ അനുഗ്രഹിക്കണം, നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം യഹോവേ, നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ അപേക്ഷിച്ചതിനെ ദൈവം നൽകിയതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവം ആരാണ്? പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും
കൊണ്ടും അവൻ നമ്മെ വഴി നടത്തി ഹല്ലേലൂയ മരുഭൂമിയെ മലവാടിയാക്കി തീർക്കുന്ന ഒരു മാധുര്യവാൻ അവൻ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആശ്രയമാരാണ്. 20-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞു, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയം വെക്കും, ഞാനോ എൻ്റെ യഹോവയിൽ ആശ്രയം വെക്കും. ആശ്രയം വെക്കുവാൻ നല്ലൊരു കർത്താവ് നമുക്കുണ്ടെങ്കിൽ നാം ഭാരപ്പെടേണ്ട, നമ്മൾ കുലുങ്ങാതെ അവൻ്റെ തിരുസന്നിധിച്ചില്ലേ. ആസാ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലോ, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ലല്ലോ. നമുക്ക് സഹായിപ്പാനുള്ളത് നമ്മുടെ ദൈവകരങ്ങളിൽ വിശ്വാസത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ഹല്ലേലൂയ അവനിൽ ആശ്രയിച്ചാൽ അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നു. അത് തന്നെയുമല്ല, അതിൻ്റെ 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചു. മോശ കൊടുത്തതായുള്ള മോശയ്ക്ക് കൊടുത്ത കൽപ്പനകൾ അവൻ പ്രമാണിച്ചു. ഹല്ലേലൂയ 10 കൽപ്പനകൾ ഞാനല്ലാതെ തന്നെ ദൈവങ്ങൾക്കുണ്ടാവരുത്. ഹല്ലേലൂയ തുടങ്ങിയതായുള്ള കൽപ്പനകളെല്ലാം അവൻ പ്രമാണിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പറഞ്ഞു. പുതിയ നിയമവിശ്വാസിയെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 13:14 പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളൊരു പുതിയ കൽപ്പന. 15:17 പറയുന്നു, നിങ്ങൾ സ്നേഹിക്കണമെന്നുള്ള ഞാൻ നിങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അവൻ നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ഹല്ലേലൂയ, നമുക്കറിയാം ഹല്ലേലൂയ കാനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മ ഹല്ലേലൂയ ആ കോരുവാൻ വന്ന അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, അവനെന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നാം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളുടെ മധ്യത്തിൽ അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നാം അനുസരിക്കുന്നത് ബലിയേക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നുവെന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. അത് തന്നെയുമല്ല, അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഈ 3-ാം വാക്യം, അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ കണ്ണുനീർ കണ്ട് മാറിക്കടന്നു പോകുന്ന ദൈവമല്ല. ഇന്ന് നമ്മൾ സങ്കീർത്തനം വായിച്ചല്ലോ, 84-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ കോരഹപുത്രന്മാർ ഇപ്രകാരം പറഞ്ഞു, കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടന്നാൽ അതിനെ മുൻമഴയാൽ അത് അനുഗ്രഹമാക്കി നടത്തും. ഹല്ലേലൂയ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി നാം പോകുമ്പോൾ നമ്മെ കണ്ടിട്ട് മാറിക്കടന്നു പോകുന്ന ഒരു ദൈവമല്ല. നമ്മെ കണ്ട് മനസ്സലിഞ്ഞ് നമ്മുടെ അടുക്കൽ കടന്നു വന്ന് ഹല്ലേലൂയ നിനക്കെന്തു വേണം ഉള്ളങ്കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസത്തിന്, നമ്മുടെ പ്രശ്നത്തിന്, പ്രതിസന്ധികളിൽ മതിയായ ദൈവം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഹല്ലേലൂയ മരണങ്ങൾ, ഹല്ലേലൂയ രോഗങ്ങൾ, ദുഃഖങ്ങൾ അടിക്കടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളങ്കരങ്ങളിൽ നമ്മൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ കണ്ണുനീര് കണ്ട് മാറിപ്പോകുന്നില്ല. നയീൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീര് കൊണ്ടുണ്ട് ആ മകനെ ഉയർപ്പിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഹന്നയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവൾക്ക് ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ദാനമായി കൊടുത്തുവെങ്കിൽ ആ ദൈവം നമ്മുടെ ദൈവമാണ്. ആഗാറിൻ്റെ പൈതലിൻ്റെ കരച്ചിൽ കേട്ട ദൈവം ആ ദൈവം നമ്മുടെ ദൈവമല്ലേ? നമുക്ക് ദൈവത്തിൻ്റെ സ്ഥിരസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് കരഞ്ഞു പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവേ നീ എൻ്റെ കണ്ണുനീര് തരണമേ. അതുകൊണ്ട് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അത് നമുക്ക് അത്ഭുതങ്ങളെ തരും. അതിൻ്റെ ഫലം എന്താണ്? 2 രാജാക്കന്മാർ 20:5 പറയുന്നു, ആ പ്രാർത്ഥനയുടെ ഫലമായി അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് കൽപ്പനയനുസരിച്ച് ഹല്ലേലൂയ അവൻ പ്രമാണിച്ച് ഹല്ലേലൂയ മുന്നോട്ട് പോയതുകൊണ്ട് ഫലമായി അവൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ പ്രാർത്ഥന കേട്ടു. 3-ാം ദിവസം അവൻ ദേവാലയത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞു. ആയുസ്സിനെ 15 സംവത്സരം നീട്ടിക്കൊടുത്തു. അതിൻ്റെ അടുത്ത വാക്യം പറയുകയാണ്, അവന് സകല ശത്രുക്കളുടെ മേൽ വിജയം തരുന്നു. അത് തന്നെ മേലെ പറയാണ്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അവൻ്റെ വാഗ്ദത്തങ്ങൾ കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമോ? ദൈവമേ, എൻ്റെ രോഗത്തിൻ്റെ നടുവിൽ ഞാൻ പ്രസാദകരമായി നിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവേ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നീ എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്നു. അതിൻ്റെ ഹല്ലേലൂയ ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞു. എന്നാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടെയുണ്ട്. യെശയ്യാ പ്രവചനം 39-ാം അധ്യായത്തിൽ ഇവന് ഹിസ്കിയാവിന് സൗഖ്യം കിട്ടി, അത് ലോകം മുഴുവനും അറിഞ്ഞു. ആകാശത്തിൻ്റെ ഘടികാരം പുറമോട്ട് പോയതായിട്ടെല്ലാം അറിഞ്ഞു. ദൂരെ നിന്ന് ആൾക്കാർ വന്നു. ബാബേലിൽ നിന്ന് നെബൂഖദ്നേസറിൻ്റെ പ്രഭുക്കന്മാർ അവൻ്റെ വീട്ടിൽ വന്ന് അവന് ഒരുപാട് ഹല്ലേലൂയ സമ്പത്തൊക്കെ കൊടുത്തിട്ട്
അവൻ ഹാലിലെ നിഗളിച്ചിട്ട് അവൻ്റെ ആ മഹത്വത്തെ കാണിപ്പാൻ യെരുശലേം ദേവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ, യെരുശലേം ദേവാലയങ്ങളൊക്കെ അവരെ കാണിച്ചു. ഹാലിയെ കാണിച്ചിട്ട് അവരിറങ്ങിയപ്പോൾ പ്രവാചകൻ അവിടെ കടന്നു വന്ന് പറയുകയാണ്, ഹാലലിയ, നീ കാണിച്ചത് ഈ ദേവാലയത്തിലുള്ളതിനെയൊക്കെ അവരെ കാണിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി 70 വർഷക്കാലം ഹാലലിയ ബാബേൽ പ്രവാസത്തിലൂടെ കടന്നു പോകും. അങ്ങനെ ഹല്ലേലൂയ അവർ കടന്നുപോയി. യെരമ്യാവ് 25:11 പറയുന്നുണ്ട്, അവർ 70 വർഷം കഴിഞ്ഞിട്ട് ഹാലലിയ തിരിഞ്ഞു വന്നു. അവിടെ പറയുകയാണ്, നിങ്ങളുടെ കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി, അവരെ ഷണ്ടന്മാരാക്കി, അവരെ ഹല്ലേലൂയ അവിടെ വേല ചെയ്യിപ്പിക്കും നോക്കി പറഞ്ഞു. എന്താണ് കാരണം? ഹിസ്കിയാവ് ചെയ്ത ഒരു ചെറിയ തെറ്റ്. അബ്രഹാം ഹല്ലേലൂയ യാഗം കഴിച്ചപ്പോൾ പക്ഷികളെ പിളർക്കാതിരുന്നപ്പോൾ അതിൻ്റെ ഫലമായിട്ട് റാഞ്ചൽ പക്ഷി വന്ന് ഇരട്ടും വന്ന് ഒരു ശാപം കിട്ടി. നിൻ്റെ സന്തതി 400 വർഷക്കാലം ഹാലലിയ ഫറവോൻ്റെ അടിമത്തത്തിലായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഹാലലിയ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അതിൽ നിഗളിച്ച് മറ്റുള്ള മുന്നിൽ ഹല്ലേലൂയ ഞാനെന്നുള്ള പാപത്തോടെ പോവുകയാണ് എങ്കിൽ ഹാലലിയ നമ്മൾ താഴ്ന്ന് ജീവിക്കുക. തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, ഉയർത്തപ്പെടുന്നവൻ താഴ്ത്തപ്പെടുമെന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ എൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞതേ ഉള്ളൂ. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ ആ 15 വർഷം കൂട്ടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും പ്രയാസങ്ങളുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഹാലലിയ ജീവിതത്തിൽ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാമം വാഴ്ത്തപ്പെടട്ടെ യോബ് പറഞ്ഞതുപോലെ തന്നെ താൻ താഴ്ത്തി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. കേൾപ്പിച്ച ദൈവവചനത്തിന് മുന്നിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹിസ്കിയാവ് രാജാവാണ്. അവൻ്റെ ജീവിതത്തിൽ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ദേവാലയത്തോട് ചിരിച്ചിട്ട് ദൈവമേ പ്രസാദമായി ചെയ്തു. പൂജാഗിരികളെ നീക്കി അശേര പ്രതിഷ്ഠകളെ ഇടിച്ചു കളഞ്ഞ് മോശ ഉയർത്തിയ ഹാലിലെ പിച്ചള സർപ്പത്തെ ആരാധിച്ച നിപുഷ്ടാൻ അതിനെല്ലാം മാറ്റി ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പുതിയ നിയമത്തിൻ്റെ ഹാലിലെ പ്രസാദമായി ആ പ്രവർത്തനം നമുക്ക് ചെയ്യാം. ആരാധനയായി പാട്ടോട് സ്തോത്രത്തോട് നന്മയും ഹാലിൽ കൂട്ടായ്മയും ആചരിച്ച് മുന്നോട്ട് പോകാം. ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക. മോശ കൊടുത്ത 10 കൽപ്പന, ദൈവം കൊടുത്ത 10 കൽപ്പന അവർ പ്രമാണിച്ചതുപോലെ ദൈവം പറയുന്നത് അനുസരിച്ചാൽ ജീവിതത്തിൽ അനുഗ്രഹം. അതുകൊണ്ട് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയ നിലവാരങ്ങളെ ഒരു നിമിഷം നമ്മുടെ രോഗത്തിൻ്റെ നടുവിൽ, നമ്മുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കരങ്ങളെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഈ രോഗത്തിന്, എൻ്റെ ഈ പ്രയാസത്തിന്, കർത്താവേ, ഈ കേൾപ്പിച്ച വചനത്തിന് മുന്നിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ശബ്ദപരിധിയിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാട്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.